പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഇതിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന എല്ലാ ദൈവവചന ഭാഗങ്ങളും കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ തുടർന്നുള്ള അധ്യായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണവും തുടർന്നും പ്രതീക്ഷയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം. ഏസാവ് ഏദോമ്യരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദാ. ഹിവ്യനായ സിബിയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളും സെയാബോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്ത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യഹൂഷുവും യാലാമും കോറഫും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കോബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്തവണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയിർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയിർ മലയിലെ ഏദോമ്യരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിമ്ന എന്നൊരു ഉപനാരി ഉണ്ടായിരുന്നു. എലിഫാസിന് അമലേഖ് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റവുവേലിന്റെ പുത്രന്മാരാണ് തഫത്ത്, സേറഹ്, ഷമ്മ, മിസാം എന്നിവർ. ഏസാവിന് ഭാര്യ ബിസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബത്തോന്റെ പുത്രിയായ ആനായുടെ മകൾ ഓഹോലിബാവുമായി ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യാവൂഷും യാലാമും കോറഫും. ഏസാവിന്റെ മക്കളിൽ പ്രധാന ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഫ്, ശത്താം, അമലോക് എന്നിവർ. ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ് ഇവരെല്ലാം.
ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഫത്ത്, സേറഫ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. ഏസാവിന്റെ ഭാര്യ ലഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യബൂഷ്, യലാം, കോറഫ്. ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ദഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിന്റെ സന്തതികളും ഏലാമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയിർ എന്ന ഹോരിയന്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ശോബാൻ, സിബായോൻ, ആന, ട്രിഷോൻ, യെസർ, ദീശാൻ. ഇവർ ഏലോം നാട്ടിലെ സെയിറിന്റെ പുത്രന്മാരും ഹോരിയയിലെ പ്രമാണികളുമാണ്. ലോത്തിന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താന്റെ സഹോദരിയായിരുന്നു തിമ്ന. ഷോബാനിന്റെ പുത്രന്മാർ അൽവാൻ, നേഹത്ത്, ഏബായ്, ഷെഫോ, ഓനാം. സിബിയോലിന്റെ പുത്രന്മാർ ആന തന്റെ പിതാവായ സിബിയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീശോൻ ആനയുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കിറാൻ എന്നിവരായിരുന്നു ദീശോന്റെ പുത്രന്മാർ. യസ്സറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും, സാവാനും, അക്കാനും. ദീശാന്റെ പുത്രന്മാരായിരുന്നു ഈസും, ആരാനും. മഹരീരിലെ പ്രമുഖനായിരുന്നു ലോത്താൻ. ഷോബാൻ, സിബയോൻ, ആന എന്നിവർ. ദിഷോൻ, യേസർ, ദീശാൻ എന്നിവർ സെയിർ നാട്ടിൽ ഹോരിയിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുമ്പ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൽഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബൊസ്രായിലെ സെറഹിന്റെ മകനായ യോബാബ് രാജാവായി. യോബാബ് മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മുറവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിച്ച് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസ്രേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റാഹോബാത്തിലെ സാബൂൾ രാജാവായി. സാബൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബൽഹാനാൻ മരിച്ചപ്പോൾ ഹാദാറാണ് തലസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മെസഹാബിന്റെ പൗത്രിയും മത്രദിന്റെ പുത്രിയുമായ മെഹത്തബേൽ ആയിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും
പേരുമനുസരിച്ച് ഏസാബിനിൽ നിന്ന് ഉത്ഭവിച്ച പ്രമുഖർ തിമ്ന, അൽവ, യത്തത്ത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു